ചേച്ചി കീർപ്പണം. ചേച്ചി അറിവില്ല പൈതലാണ്, സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്തോണം. ഓൾ ദ ബെസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് കൂട്ടി കൊടുക്കണത്. വെറുതെ അല്ലല്ലോ, അവനെ നല്ല ഊറ്റിട്ടല്ലേ. ഞാനിപ്പോ അതെല്ലാം ആലോചിക്കണേ. അവിടെ ഇപ്പൊ എന്തായിരിക്കും നടക്കണേ? ശിവണ്ണ, എനിക്കൊരു സമാധാനില്ല. ഞാൻ പോയി നോക്കിയാലാ? വേണ്ട വേണ്ട വേണ്ട, തെറ്റ വേണ്ട. ആരാ? ചേട്ടനാ? എന്നാട്ടാ പുള്ളി എവിടെ? സിദ്ധു, എന്താ കാര്യം? പുള്ളി ഫ്രീ ആയോ? എന്താ കാര്യം? ഒരു സെൽഫി എടുക്കാൻ വേണ്ടി. പുള്ളി ബിസിയാ. അതെന്തൊരു? പുള്ളി പത്മാസനത്തിലാ. അതെവിടെയാണ് ചേട്ടാ? ഈ മറ്റേ ആസനം ഇല്ലേ, മറ്റേ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഒന്ന് പറഞ്ഞേക്കണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. പിന്നെ സാധനം തീരുമ്പോ പറയണം. വർഗീസ് എണ്ണെല്ലാം ഉണ്ട്. സെൽഫി ഡേയ്സ് ഞാൻ വേണ്ടി പറയട്ടാ. പോയിട്ട് വരട്ടെ. മര്യാദ അടിക്കണം. അപ്പൊ ഇതാണല്ലേ തന്റെ പ്രശ്നം? സാരമില്ല, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലട്ടാ. ഓരോ സാഹചര്യങ്ങൾ അവർ ചെയ്താക്കണേ. എന്താടാ കൂളെ? ചേട്ടാ എന്നാട്ടാ സെൽഫി എടുക്കണ കാര്യം? ഒരുത്തനവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുക. അതാര്? ആ മനു. അതാണല്ലേ അവനിവിടെ കാണാത്തത്. അതെ, പിന്നെ സിദ്ധുവിന്റെ കൂടെയുള്ള ആ സെൽഫിയുടെ കാര്യം. എന്റെ പൊന്നടാ, അത് സിദ്ധു ഒന്നുമല്ല, സിന്ധു. അതൊരു ഭൂലോകം. നിന്നെ കണ്ടോണ്ടിരിക്കുന്നത് മൂടും പോയി. അടിപൊളി, നല്ല മൂഡിൽ വന്നായിരുന്നു. അന്നേരം അവന്റെ അമ്മയുടെ സിദ്ധു ഒന്നല്ല. ഞാനിന്ന് മുള്ളിയിട്ട് വരാട്ടാ കേട്ടാ. അപ്പോ ഇതൊന്നൊരു തെറ്റല്ലേ? ഇത് തെറ്റാണോ ശരിയാണോ എന്ന് അവലോകനം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ മനുവിന്റെ ഈ പ്രശ്നം അത് ഇത്തിരി കുഴപ്പം ആണോ? വിഷമിക്കണ്ട, ഇതൊക്കെ മാറ്റിയിട്ട് ഈ സിന്ധു ഇവിടുന്ന് പോകും. ആഹാ, പേടിക്കല്ലേടോ. താൻ കണ്ണടച്ചിരുന്നാ മതി. കണ്ണടക്കടോ. നീയായിരുന്നോ? പേടിച്ചും പോയി. എന്തേ? അല്ല, കുടിക്കാൻ വല്ലതും വേണം മോനെ? വേണ്ട. ഗ്ലൂക്കോസ് അറിയിട്ട് പിടിച്ചു. വേണ്ട. നീ എവിടെ പോടാ? മുള്ളാൻ പോയതാ. മുള്ളാൻ ഇതുവരെ കഴിഞ്ഞില്ല ഈ ഒരക്കല്. ഇപ്പൊ എവിടെ പോണ്?
മുള്ളിട്ട് വരാം ഒന്നുകൂടി മുള്ളിട്ട് വരാടാ. മുള്ളാൻ തന്നെ പോണേ. എന്താ അടിമേ? എടാ ഇതുവരെ ഒന്നും തുടങ്ങിയില്ലേ? അതെന്റെ കാര്യല്ലേ? നീ ഇപ്പൊ വന്ന കാര്യം പറഞ്ഞേ. എടാ ഭയങ്കര കൊതുകില്ലടാ. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ കൊതുക് തീരാം. ഒരു പുല്ലും വേണ്ട, ഒന്ന് പോയി തരാൻ പറ്റുമോ നിനക്ക്? എന്റെ പൊന്നു അതെ, ഇനി എങ്ങനെ വാങ്ങിക്ക് വന്നിട്ടല്ലോ ചവിട്ടിയാൻ നെഞ്ചും പൊളിക്കും കേട്ടോ. മനു, ആ ഞാൻ തന്നെ. ഞാനിവിടെ കിടക്കട്ടെ? ഇവിടെ സ്ഥലമില്ല, വേറെ പണിയെടുത്തിട്ട് കിടക്കും. ഉള്ള സ്ഥലത്ത് രണ്ടുപേരും കൂടി കിടക്കാം. വലിയ ദേഷ്യക്കാരനാണല്ലോ. ഇതെന്ത് വിറയല? ഹലോ ഹലോ, എസ് ഐ രാജൻ. നിന്റെ മടി വെച്ച് പേരിട്ടിരിക്കണോ? എസ് ഐ സാറൊന്നും വിളിയടാ. മര്യാദക്ക് സംസാരിക്കണം മിസ്റ്റർ രാജൻ. ഞാൻ ഇവിടുത്തെ പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റാണ്. യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റാ? അയ്യോ സാറത് എന്തിനെന്നറിയോ, ഞാൻ ഈ ഉറക്ക ചടവിന് ഓരോന്ന് പറഞ്ഞു പോയതാണ് കേട്ടാ. മനസ്സിലൊന്നും വെച്ചേക്കല്ലേ സാറേ. ഓക്കെ, തന്റെ അഹങ്കാരം അത്ര നല്ലതല്ല. അത് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. എന്തിനു ചെയ്യാനാ സാറേ, പോലീസായി പോയില്ലേ. സാറ് ഏത് പാർട്ടിയുടെ പ്രസിഡന്റാണ്? പാർട്ടി പ്രതിപക്ഷമാണ്. CSPയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് സതീശൻ പൂങ്കാവനം. നീ ഇത്ര നേരം പ്രതിപക്ഷത്തിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് എനിക്കിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഒറ്റ പക്ഷേ ഉള്ളൂ, അതാണ് ഭരണപക്ഷം. കേട്ടോടാ പൂങ്കാ മോനെ സതീശ. അതെ, തന്റെ അഹങ്കാരത്തിന് നാളെ തന്നെ ഒരു 8ന്റെ പണി അങ്ങോട്ട് തരുന്നുണ്ട്. പൊരനാറി, നിന്റെ പൊരവള്ളി വലിച്ച് ഞാൻ ഊഞ്ഞാലി കെട്ടും. നീ എനിക്കിട്ട് എന്തോന്നുണ്ടാക്കൂടാ? എന്തുണ്ടാക്കുമെന്ന നാളെ ഇവിടെ ഹർത്താൽ, അതും തന്റെ പേരിൽ. അതിന്റെ അന്ത്യം തനിക്കൊരു സസ്പെൻഷൻ. എന്തേ, മതിയോ? എന്തിന്? എന്തിനെന്നോ, ഞങ്ങളുടെ ദേശീയ നേതാവ് കേരളത്തിൽ വന്നിട്ട് സാധിച്ചോ? അഹങ്കാരിയാ താങ്കൾക്ക് സാധിച്ചോ? അയ്യോ അത് എന്തിനെന്നറിയോ അണ്ണ, ഒരു തിരക്കുകളിൽ പെട്ടുപോയതാണ്. മനസ്സിലൊന്നും അത് ഏത് നേതാവ്? സിദ്ധു, നവജോത് സിംഗ് സിദ്ധു. എപ്പോ, എവിടെ? ഇവിടെ ദേവസഹായ ലോഡ്ജില്. ദേവസഹായ ലോഡ്ജില സിദ്ധു? അത് എന്തിന് പേര്? അത് മന്ത്രി.